ഭൂകമ്പത്തിൽ നിലംപൊത്തിയത് ബാങ്കോക്കിലെ നിർമ്മാണത്തിലിരുന്ന 33 നില കെട്ടിടമാണ്. സമീപത്തെ കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഒന്നും തന്നെയില്ല. കെട്ടിടത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തതിൽ ദുരൂഹതയും പടരുന്നുണ്ട്. ബഹുനില കെട്ടിടം നിർമ്മിച്ച ചൈന ബന്ധമുള്ള കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. മ്യാൻമറിലും തായ്ലാന്റിലും കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച ഭൂചലനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിലാണ് ബാങ്കോക്കിലെ സ്റ്റേറ്റ് ഓഡിറ്റിംഗ് ഓഫീസേഴ്സ് ബഹുനില കെട്ടിടം തകർന്നതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പബ്ലിക് വർക്കേഴ്സ് ആൻഡ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റാണ് ഉത്തരവിറക്കിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സമിതി ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനാവത്ര അറിയിച്ചിട്ടുണ്ട്. കെട്ടിടം നിർമ്മിച്ചത് ചൈന ബന്ധമുള്ള ഒരു കമ്പനിയാണെന്നും വിവരം പുറത്തു വന്നിരുന്നു. അപകടത്തിന് പിന്നാലെ കമ്പനിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കെട്ടിടത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയതിൽ ദുരൂഹതയുമുണ്ട്. വെള്ളിയാഴ്ചത്തെ ഭൂകമ്പത്തിൽ സമീപത്തെ ബഹുനില കെട്ടിടങ്ങൾ അതിജീവിക്കുകയും കാര്യമായ കേടുപാടുകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്തപ്പോൾ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം മാത്രം തകർന്നു വീഴുകയായിരുന്നു. നിർമ്മാണത്തിലെ അപാകതയടക്കം ചൂണ്ടിക്കാട്ടി ജനങ്ങൾ രംഗത്ത് എത്തിയതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. 3 വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ കരാറും ഡിസൈനും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടേക്കും. ഇറ്റാലിയൻ തായ് ഡെവലപ്മെന്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ചൈന റെയിൽവേ നമ്പർ 10 എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുമാണ് സംയുക്തമായി കെട്ടിടം നിർമ്മിക്കുന്നത്. ചൈനീസ് സർക്കാരിന് കീഴിലെ ചൈന റെയിൽവേ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് കീഴിലുള്ളതാണ് ചൈന റെയിൽവേ നമ്പർ 10 എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. 33 നില കെട്ടിടം തകർന്നതിലുള്ള അപകടത്തിൽ 17 പേർ മരിക്കുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 83 പേരെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇവർക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇവരിൽ 15എങ്കിലും ജീവനോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് തെർമൽ ഇമേജിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വ്യക്തമാവുന്നത്. മ്യാൻമറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായപ്പോൾ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും അധികം നേരിട്ട രാജ്യമാണ് തായ്ലാന്റ്. ബാങ്കോക്കിലെ നിർമ്മാണത്തിലിരുന്ന 30 നില കെട്ടിടം തകർന്നു വീണപ്പോൾ 117 തൊഴിലാളികളാണ് കുടുങ്ങിയത്. 10 നിലയോളം ഉയരത്തിൽ കുമിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്. പരിക്കേറ്റ നിലയിൽ ചിലരെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് കാണാതായവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷ. 334 ആറ്റം ബോംബുകളുടേതിന് തുല്യമായ ആഘാതമാണ് ഭൂകമ്പത്തിൽ ഉണ്ടായത്. തുടർചലനങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാം, ജിയോളജിസ്റ്റ് ജസ് ഫിനിക്സ് CNN-നോട് പറഞ്ഞു. ഭൂകമ്പത്തിൽ മരണം 1600 കടന്നുവെന്നാണ് റിപ്പോർട്ട് വരുന്നത്. സൈനിക ഭരണകൂടമായതിനാലും ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനാലും ഭൂകമ്പത്തിന്റെ ആഘാതം എത്രയാണെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയാത്ത സാഹചര്യമാണിപ്പോൾ. മ്യാൻമറിലെ സഗയിങ് നഗരത്തിന് സമീപത്താണ് പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ പറയുന്നുണ്ട്. രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമായ മാണ്ടയിലേക്ക് കനത്ത നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 10,000-ലേറെ പേർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് US ജിയോളജിക്കൽ സർവേയുടെ നിഗമനം. 3400 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മരണസംഖ്യ ഇനിയും ഉയരാമെന്നും സൈനിക ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവർ അടക്കം തകർന്നിരുന്നു. മ്യാൻമറിന് സഹായമെത്തിക്കാൻ ഓപ്പറേഷൻ ബ്രഹ്മയുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 80 അംഗങ്ങളെയും കരസേനയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റിലെ 118 പേരെയും മ്യാൻമറിലേക്ക് ഇന്ത്യ അയച്ചിരുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂചലന ദുരന്തം അനുഭവിക്കുന്ന മ്യാൻമറിൽ മരുന്നുകൾക്കും ഭക്ഷണത്തിനും ആവശ്യവസ്തുക്കൾക്കും ക്ഷാമമാണ്. 2 കോടിയിലധികം പേർ ദുരിതത്തിലാണെന്നും കഴിയുന്നത്ര സഹായം എത്തിക്കേണ്ടതുണ്ടെന്നും UN വ്യക്തമാക്കി. തകർന്ന കെട്ടിടങ്ങളുടെ കൂനകൾക്ക് അടിയിൽ നിന്ന് ഇന്നും പലരെയും ജീവനോടെ പുറത്തെടുത്തു. പാലങ്ങളും റോഡുകളും തകർന്നതിനാൽ പല ദുരന്ത മേഖലകളിലും രക്ഷാപ്രവർത്തകർക്ക് എത്താറായിട്ടില്ല. 45 ടൺ ആവശ്യ വസ്തുക്കളുമായി ഇന്ത്യ അയച്ച 3 വിമാനങ്ങൾ മ്യാൻമറിലെത്തി. ഇന്ത്യ അയച്ച 80 അംഗ NDRF സംഘവും 118 അംഗ വൈദ്യ സംഘവും മ്യാൻമറിൽ വലിയ സഹായമായിരിക്കും. സഹായ സാമഗ്രികളുമായി 4 കപ്പലുകളും ഇന്ത്യ അയക്കും. സാധ്യമായ എല്ലാ സഹായവും എത്തിക്കാമെന്ന് ഇന്ത്യ ഇന്നലെ അറിയിച്ചിരുന്നു.